മാന്യ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, പള്ളി മിമ്പറിൽ നിന്ന് അറബിയിൽ ഉസ്താദ് ജനങ്ങളോട് ചോദിക്കുകയാണ്, അല്ലടോ, ഇന്നേ ദിവസം ദുഃഖിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഇനി നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇതാണോ നമ്മുടെ ഉസ്താദിന്റെ വായി നമ്മൾ കേട്ടത്? റബീഉൽ അവ്വൽ ആയപ്പോൾ മുജാഹിദുകളുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ടതോ, അങ്ങ് വടക്ക് പടിഞ്ഞാൻ മക്ക എന്നൊരു ദേശത്ത് റബീഉൽ അവ്വൽ 12 പിറന്നു താഹാ മുത്ത് റസൂൽ, അതുകൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, ആനന്ദിച്ചോളൂ, സന്തോഷിച്ചോളൂ. അല്ലേ? അതല്ലേ പറഞ്ഞത്? ഇവിടെയാണ് വ്യത്യാസം, ഇവിടെയാണ് വ്യത്യാസം. ഞങ്ങൾക്കറിയാം, ഇനി നാളെ മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വന്നാൽ, അങ്ങനെ വരുന്നവർക്ക് സ്വാഗതം. കാരണം അവർ വന്നാലേ മുജാഹിദിൽ വളരും. ഈ വല്ലപ്പുഴയിൽ വല്ല മുജാഹിദ് ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും. അപ്പൊ നമ്മളിങ്ങനെ മറുപടി പറയും, ബോധമുള്ള കേൾക്കും, നന്നാവും, അങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പൊ മറുപടിയാണ് ആവശ്യം, ഉത്തരമാണ് ആവശ്യം. പലവി സക്കാഫി ചോദിക്കണം, എന്താ നിങ്ങളും മുജാഹിദായോ? പുറകെ മൂപ്പർക്കും വരാനാടേ, എല്ലാരും ആകണമെങ്കിൽ പിന്നെ നമ്മളും ആകാം. അപ്പൊ ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ നാളെ മറുപടി പറയാൻ വന്നാൽ ഇവരെന്താ പറയുന്നറിയോ? അല്ല മൗലവി, ഞങ്ങളുടെ ഇമാമിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ മറുപടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദുഃഖിക്കേണ്ടതില്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുഃഖിക്കേണ്ടതില്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞിട്ട് ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല, ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. പിന്നെന്താ ഉള്ളത്? ജന്മദിനാഘോഷം ഉണ്ടോ? ദുഃഖാചരണം ഇസ്ലാമിലില്ല, ദുഃഖാചരണമില്ല. പക്ഷേ എന്റെ വാപ്പ മരണപ്പെട്ടാൽ മാനസികമായി എനിക്കൊരു വേദന ഉണ്ടാവും. തെറ്റാ? അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര പുത്രനായ ഇബ്രാഹിം എന്ന കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ് മരിക്കുമ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ടവത്തിൽ നിന്ന് കണ്ണുനീരൊഴുകുമ്പോ കൂടെയുള്ളവർ ചോദിക്കുന്നു, റസൂലേ, അങ്ങ് കരയുകയാണോ നബിയേ? അങ്ങ് വിഷമിക്കുകയാണോ നബിയേ? അല്ലാഹു റസൂൽ ഇത് റഹ്മത്താണ്, കാരുണ്യമാണ്. അള്ളാഹു ഒരു മനുഷ്യന്റെ മനസ്സിലിട്ട കാരുണ്യാണ്. ഞാൻ അലറിക്കരയില്ല, മാറുവരിച്ചു കീറില്ല, അങ്ങനെ ഞാൻ ചെയ്യില്ല. സ്വാഭാവികമായി എന്റെ മനസ്സിൽ എന്റെ മകന്റെ, ആ മകനോടുള്ള സ്നേഹം കൊണ്ട് ആ മകന്റെ വേർപാടിൽ ദുഃഖമുണ്ടായപ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി എന്ന് മാത്രമല്ല, ആ പിഞ്ചോമനെ കയ്യിൽ പിടിച്ച് റസൂലുള്ള ആ കുട്ടിയെ നോക്കി പറയുകയാണ്, പൊന്നുമോനെ, ഇന്നി ലമഹ്സൂനുൻ ബിഫിറാഖിക യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഉപ്പ അങ്ങേറ്റം ദുഃഖിക്കുന്നുണ്ട് മകനെ, ഉപ്പക്ക് വിഷമമുണ്ട് മകനെ. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനോട് പറയാ. അപ്പോ ദുഃഖം ഉണ്ടാവും. എന്റെ നബി മരിച്ച മാസാണെന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാകും, സ്വാഭാവികമായ ദുഃഖം. എന്റെ പുന്നാര നബി ഈ ലോകത്ത് നിന്ന് യാത്രയായ ദിവസമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ദുഃഖം ഉണ്ടാകും. പക്ഷേ ഇവര് പറയാൻ ദുഃഖിക്കേണ്ടതില്ല. നമ്മുടെ സ്റ്റേജിലുള്ള ലഭാദാരവി, അദ്ദേഹം ഖത്തീബായിരുന്ന പള്ളി ഞാലഗഞ്ച് മാമസിന്ന് പുറത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്. പണ്ടൊരിക്കൽ അദ്ദേഹം ആ കളമശ്ശേരി നടത്തുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യഘടകയിൽപ്പെട്ട ഒരാൾ തന്നെ എന്റെ കൈ കൊണ്ടുവന്ന് തന്നൊരു ബുക്കാ. അതില് ഈ ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്. എന്ത്? നബി ജനിച്ച മാസത്തിൽ തന്നെയാണല്ലോ നബി വഫാത്തായതും. അപ്പോ എന്ത് ചെയ്യും? പകുതി 50-50, പകുതി സന്തോഷോ പകുതി ദുഃഖോ, അങ്ങനെ ആക്കാൻ പറ്റുമോ? അപ്പൊ അതിന് മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് നല്ലതാണ്. കാരണം നബി പറഞ്ഞിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, മരണവും ഖൈറാൻ എന്ന് പറഞ്ഞാൽ നബി മരിച്ചത് നന്നായി. നബി മരിച്ചത് നന്നായി, അല്ലെങ്കിൽ പിന്നെ ഈ സമസ്തക്കാർക്ക് ഇത് പറഞ്ഞു നടക്കാൻ പറ്റുമോ? അവ റസൂലുള്ള മരിച്ചത് നന്നായി, അതുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. ഇത് റസൂലുള്ളയുടെ സഹാബത്തിന് അറിയുമായിരുന്നില്ലേ പുരോഹിതന്മാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? റസൂലുള്ള വഫാത്തായി എന്നറിഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ഒരാൾ പറയാണ്, പുന്നാര നബി വഫാത്തായിട്ടുണ്ട്. ഉമർ ചോദിച്ചു, എന്താ? റസൂലുള്ള വഫാത്തായി. എന്താണ്? റസൂലുള്ള വഫാത്തായി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറയിൽ നിന്ന് വാളൂരിട്ട് പറഞ്ഞു, കഴുത്ത് ഞാൻ എടുക്കും, മിണ്ടരുത് എന്ന് പറഞ്ഞു. കഴുത്ത് ഞാൻ വെട്ടിക്കളയും. അദ്ദേഹം വിശ്വസിക്കാൻ കഴിയില്ല. നേരെ വന്നു റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് നോക്കി, റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക്. റസൂലുള്ളാഹിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. റസൂലുള്ള വഫാത്തായിട്ടേ ഉള്ളൂ. പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ
റൂഹ്, ആ റൂഹിനെ പിന്തുടർന്ന കണ്ണുകൾ അങ്ങനെ തന്നെ ഇരിക്കുന്ന സമയമാണ്. റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ എന്റെ ഈ വാള് കൊണ്ട് ശരിയാക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞ് ഓടി വന്നു. റസൂൽ വഫാത്തായി അറിഞ്ഞ് ഓടി വന്നു. കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ കണ്ണുകൾ തിരുമ്മി അടച്ചു. എന്നിട്ട് നബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നബിയേ, അള്ളാഹു ഒരിക്കലും 2 മരണം നിങ്ങൾക്ക് തന്നിട്ടില്ല നബിയെ, ഒരു മരണം വിധിച്ചിട്ടുള്ളൂ, അത് തങ്ങൾക്ക് ഇതാ സംഭവിച്ചിരിക്കുന്നു. എന്തേ നബിക്ക് വാള് പറഞ്ഞു കൊടുക്ക? നബിക്ക് വാള് പറഞ്ഞു കൊടുക്കല്ല, നേരെ മറിച്ച് റസൂലുള്ള വഫാത്തായിട്ട് അത് വിശ്വസിക്കാൻ കഴിയാതെ അവിടെ നിൽക്കുന്ന ആളുകൾ, ഇരിക്കുന്ന ആളുകൾ, അവരെ കേൾക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നേരെ മിമ്പറിലേക്ക് ചെന്ന് കയറി. എന്നിട്ട് ഓ നബിയെ, തങ്ങൾ മരിക്കുന്നതാണെന്ന് അർത്ഥം കുറിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന മുഹമ്മദൻ ഖദ് മാത്, തീർച്ചയായും മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരണപ്പെട്ടു. എന്നാൽ അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ ഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്, അല്ലാഹു ഒരിക്കലും മരിക്കാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് മരിച്ചുപോയി, മുഹമ്മദ് മരണപ്പെട്ടു. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇല്ല, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. സഹാബത്തിനാകെ അവരുടെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവം അവർക്ക് എങ്ങനെ പങ്കുവെക്കണമെന്നറിയാതെ വിഷമിച്ചുപോയി. വീണ്ടും കാണാൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്, വലമ്മൻ തഖലർ റസൂലുൽ അഅലമു ഇലർ റഫീഖിൽ അഅലാ വഹാന വഖ്തുസ്സലാ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഫീഖുൽ അഅലയിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്ത് വഹാന വഖ്തുസ്സലാ, നമസ്കാരത്തിന്റെ സമയമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവാചകന്റെ വീടിന് സമീപത്തേക്ക് വന്നിട്ട് ദാറുൽ അർഖമിന്റെ ഓരത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച ആ വീടിന്റെ മുന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് എന്താണ് പ്രവാചകൻ പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന ആ സഹാബിയുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് അവിടെ എന്ന് ചോദിക്കുമ്പോ, ഞാനാണ് നബിയെ, ഉമയ്യത്തിന്റെ അടിമയാണ് ഞാൻ, ഉമയ്യത്തിന്റെ അടിമയായ ബിലാലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വാഗതമല്ലി കൈപിടിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ യാതൊരുവിധ മടിയും കൂടാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ ബിലാൽ, ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്തമുത്തായ മഹാനായ ബിലാൽ, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുഅദ്ദിനായ മഹാനായ ബിലാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എന്റെ സ്വർഗത്തിലെ വാസസ്ഥലത്തിന് സമീപം അങ്ങയുടെ കാലടി ശബ്ദം, അങ്ങയുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് ബിലാലെ എന്ന് പറഞ്ഞ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മയ്യിത്ത് അവിടെയുണ്ട്. അതെ, അത്രയും കാലം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഗംഭീര്യമായ ശബ്ദത്തോടെ വിശുദ്ധമായ ബാങ്കിന്റെ ലഫ്ലുകൾ ഉറക്കെ പറഞ്ഞിരുന്ന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ ആരംഭിക്കുമ്പോ ഇതാ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നിന് പുറകെ ഒന്നായി പുറത്തേക്ക് വരുമ്പോ അദ്ദേഹം പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പറയാനാ ബിലാലിന് കഴിയുന്നില്ല. ഖലഖതുൽ അബറാത്ത് വഖ്തബഹതസബ സൗതുഹു ഫീ ഹൽഖിഹി. അദ്ദേഹത്തിന്റെ ശബ്ദം തൊണ്ടയിൽ ഉടക്കുകയാണ്. ആ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ശബ്ദിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. തന്റെ ഓമന നേതാവ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാൻ കഴിയാതെ ബിലാൽ പ്രയാസപ്പെടുമ്പോ വാജഹൽ മുസ്ലിമൂന ഫിൽ ബുകാ, അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാം ഇതാ വേദന കൊണ്ട് കരഞ്ഞു പോവുകയാണ്. അവർക്ക് സഹിക്കാൻ കഴിയാതെ അവർ കരയുന്നു. ആദ്യത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. 2 ദിവസങ്ങൾ കഴിഞ്ഞ് ബിലാലിനെ സംബന്ധിച്ചിടത്തോളം ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. 3 ദിവസങ്ങൾ പിന്നിട്ടു. 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ 3-ാമത്തെ ദിവസം ثم أذن بعد ذلك 3 أيام فكان كلما وصل إلى قوله أشهد أن محمد رسول الله. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ബിലാൽ ബാങ്ക് കൊടുക്കാൻ എണീറ്റ് നിൽക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോ ബകാ വഅബ്കാ, കൂടിയവർ മുഴുവൻ കരയുകയാണ്. അത് പറയാൻ അവർക്ക് കഴിയുന്നില്ല, പറയാൻ ബിലാലിന് കഴിയുന്നില്ല.
മാന്യ സഹോദരങ്ങളെ, എന്തേ അവർക്ക് പറയാൻ കഴിയാതിരുന്നത്? റസൂലുള്ളയോടുള്ള ബന്ധമാണ്, സ്നേഹമാണ്. റസൂലുള്ളയുടെ വേർപാട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മുടെ മുസ്ലിയാക്കന്മാര് പറയാം, റസൂലുള്ള വഫാത്താൽ ദുഃഖിക്കാറൊന്നുമില്ല. ബിലാലിനത് അറിയില്ലേ? എത്രത്തോളം ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. ആ സമയത്ത് ബിലാൽ മുഅദ്ദിൻ നേരെ ചെല്ലുക. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത്? ഓ അബൂബക്കറെ, എനിക്കങ്ങ് ഒഴിവ് തരണം, ഞാനങ്ങ് ശാമിലേക്ക് പോയിക്കൊള്ളാം. റസൂലുള്ള ഇല്ലാത്ത ഈ പട്ടണത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. എന്റെ നേതാവിന്റെ